താര താര ഇവിടെ ആരെങ്കിലും മരിച്ചോ? ആ കാറിനകത്തൊരു ബാക്ക് പാക്ക് വെച്ചിട്ടുണ്ട്, എടുത്തിട്ട് ഇറങ്ങി വാ. ഇതേതാ സ്ഥലം? ആ ഓടിച്ചോടിച്ച് വഴി കീറുന്ന എവിടെയാ? അത് മാഡ്രിഡ് എന്ന് കേട്ടൊരു ഓർമ്മ. മാഡ്രിഡ്. അത് ഞാന് മാഡ്രിഡിലേക്ക് ടിക്കറ്റ് എടുത്തു എന്ന് ഡേവിഡിന് അറിയാൻ അത്ര സമയമൊന്നും എടുക്കില്ല. കാരണം അയാളത് അങ്ങനെ തന്നെ അറിയണമെന്ന് വിചാരിച്ചത് ഞാൻ തന്നെയാണ്. അവന് മാഡ്രിഡിൽ പോയി തപ്പിക്കോളും. അതെ, അപ്പോ തൽക്കാലം ഇതേതാ സ്ഥലം എന്ന് പറ. അറിയില്ല. അറിയില്ലെന്നോ അതോ പറയില്ലെന്നോ? രണ്ട് വഴികളാണുള്ളത്. ഒന്ന് വന്ന വഴി, രണ്ട് മുന്നോട്ടുള്ള വഴി. യുവർ ചോയ്സ്. ഏതായാലും ഇറങ്ങി തിരിച്ചില്ലേ, മുന്നോട്ട് പോയ ശീലം. താര എങ്ങനെയാ മരിച്ചത്? എങ്ങനെ ജീവിച്ചു എന്ന് ആരും അന്വേഷിച്ചില്ലല്ലോ. പിന്നെ എങ്ങനെ മരിച്ചു എന്ന് എന്തിനറിയണം? Why do you care? For the surprise that she was, I do care. ഇപ്പൊ താഴത്തോടെ ഒരു വഴിയുണ്ട്. We can drive. തെക്ക് വടക്ക് പടിഞ്ഞാറെന്നാണല്ലോ തലവിധി. ഒന്നെങ്കിൽ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ്, രണ്ട് വഴിയല്ലേ ഉള്ളൂ. ഒരു മിനിറ്റ്. തല വീണാൽ ഇടത്, വാലാണേ വലത്. ഇടത് പോവല്ലേ? ഓക്കെ. എന്നാലും എന്റെ പൊന്നുമോള് എന്നോട് ഇത് ചെയ്തല്ലോ. ആരോ ഒപ്പം ഉള്ളത് പോലെ അല്ലേ? ഇന്നലെ വരെ അടിച്ച കണക്കിനെ എന്റെ അപ്പൻ ഇതുവരെ കണ്ണു തുറന്നു കാണില്ല. തന്റെ ഒരു മിമിക്രി. എന്തൊരു മുടിഞ്ഞ ഭാരമാണ് ഈ ബാഗിന്. എന്റെ ബാഗ് ഞാൻ എടുത്തോളാന്ന് പറഞ്ഞല്ലേ, എന്തിനാ സഹായിക്കാൻ നിന്ന്? ഇതിനകത്ത് അത് തുറക്കരുത്. നോക്കട്ടെ. ഓഹോ, ഡേവിഡ് ഈപ്പന്റെ കൂടടക്കം കുക്കുടമടക്കം അടിച്ചു മാറ്റിക്കൊണ്ട് ഒളിച്ചോടി തള്ളാനാണ് അപ്പൊ എന്നെ തുണക്കി വിളിച്ചത്.
ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കൊലപാതകത്തിന് കൂട്ട് നിന്നാലും മോഷണത്തിന് ഞാൻ കൂട്ട് വെക്കില്ല. ഇതിൽ നിന്ന് 5 പൈസ എനിക്ക് വേണ്ട. എനിക്ക് മഡ്രിഡിൽ പോകണ്ട. എനിക്ക് എന്റെ വീട്ടിൽ പോയാൽ മതി. മോഷണം? അയ്യോ. You say മോഷണം? Me മോഷ്ടിച്ചു. അതെ, മോഷണം വളരെ മോശമാണ് കുട്ടി. യേശുക്രിസ്തു പോലും മോഷണം. നിർത്തണോ? ഇതിൽ ഇരട്ടി ഓർണമെന്റ്സ് വീട്ടിലിട്ടാ ഞാൻ വന്നത്. വിശക്കുമ്പോ തന്നെ വായിൽ എന്തെങ്കിലും ഇട്ട് തരണേ. ഓ, അതിൽ നിന്നൊരു 2 പവന്റെ മാലയും തൊട്ട് വെക്കാൻ ഒരു 10 യൂറോന്റെ നോട്ടും. ഇത് എന്നെ കൊണ്ട് ഇവിടെ ഒരു തവളയെ പോലും കാണാനില്ല. ദാഹിച്ചിട്ടാണ്. എന്നാ വായിലിരിക്കുന്ന വെള്ളം വറ്റിക്കാതെ താനങ്ങ് നടാ. വഴി തെറ്റിന്നാ തോന്നുന്നേ. താനാണല്ലോ വണ്ടി ഇടത്തോട്ടേക്ക് വിട്ടത്. ഹലോ, കേശവൻ വഴി തെറ്റിക്കില്ല. ആരാ കേശവൻ? സകലതിനും കാരണമായ ആദി കേശവ പെരുമാൾ ഫ്രം കേരള. ഫോളോ മീ. നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞുകൊണ്ടൊരു 4-5 കിലോമീറ്റർ കൂടുതൽ നടക്കേണ്ടി വന്നു. വലത്തോട്ടായിരുന്നെങ്കിൽ ഇതേ ഇവിടെ വന്ന് കയറിയനെ. തിരിച്ചു പോയിട്ട് ഒന്നുകൂടി ഇതുവഴി നടന്നു വരണോ? ഓ, വേണമെന്നില്ല. ഇന്ന് രാത്രി നമ്മളിവിടെ തങ്ങുന്നു. എന്നിട്ട് നാളെ രാവിലെ എഴുന്നേറ്റ് ഒളിച്ചോട്ടം തുടരുന്നു. എങ്ങനെ? അല്ല മാഡം, ഇതെന്തോന്ന് പ്രോഗ്രാം? മധുവിധു ആഘോഷവും? ആ പ്രതീക്ഷ എന്തായാലും വേണ്ട. പക്ഷെ നേരെ ഉരുട്ടിയിട്ട് ഈ കാട്ടിലൂടെ ഒരു പടയോട്ടമാണ് നായകന്റെ മനസ്സിലെങ്കിൽ ആ പ്രോഗ്രാമിന് നായികയുടെ കൂട്ട് പ്രതീക്ഷിക്കേണ്ട. കൊള്ളാം, നല്ല തടി. ഇതെങ്ങനെ തുറക്കും? കാശ് കൊടുത്ത് തീയും കിട്ടി. Mama really loved this place. ഒരുപാട് ഇഷ്ടപ്പെട്ട ചിലതൊക്കെ she went out of her way to make it hers. Yeah, she bought this too. അങ്ങനെ ഒരുപാടൊന്നും വരില്ലായിരുന്നു. But she used to like to come and sit here. എന്താണ് പ്ലാൻ? കൊലപാതകം? I just want to cook for you. Supper? ഈ ക്യാബിൻ ഞാൻ കാണുന്നത് ഒരു മാഗസീൻ ആർട്ടിക്കിളിലാണ്. ജുവാൻ റോഡ്രിഗസ് എന്ന് പറഞ്ഞൊരു പെയിൻറ്റർ, അയാളുടെ കൂട്ടുകാരി മെലീന, അവരൊരു ആർട്ടിസ്റ്റായിരുന്നു. രണ്ടുപേരുടെയും ഫേവറേറ്റ് എൻഡിങ് സ്പോട്ടായിരുന്നു ഈ സ്ഥലം. ജുവാൻ്റെ ഒരു പെയിൻറ്റിങ് സെഷൻ്റെ ഇടയിൽ ലേക്കിൻ്റെ മഞ്ഞിനുള്ളിലേക്ക് പോയ മെലീന പിന്നെ തിരിച്ചു വന്നില്ല. ദിവസങ്ങളോളം അയാൾ പരതി. അവരുടെ മരണം ഇപ്പോഴും അയാൾ വിശ്വസിച്ചിട്ടില്ല. അയാളുടെ സ്വന്തം കൈകൊണ്ട് മെലീനയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ക്യാബിനാണിത്. ഒരു നാൾ അവർ തിരിച്ചു വന്നാൽ അവരോടൊപ്പം താമസിക്കാം. കൊള്ളാം, നല്ല കഥ. മാഗസീനിൽ അച്ചടിച്ച് വരാൻ പറ്റിയ ഐറ്റമാ. ഇത് കഥയല്ല ജയ, പോർച്ചുഗീസ് ആർട്ട് സർക്കിളിലെ ഏറ്റവും റൊമാൻറ്റിക് ആയ ബാക്ക്ഗ്രൗണ്ടാണിത്. ഈ ലേക്കും ഈ ആകാശവും ഈ ക്യാബിനും ഒക്കെ. സായിപ്പെന്ന് പറയുന്ന വർഗത്തെ അറിഞ്ഞൂടാത്തോണ്ടാ. സംഗതി ഒരു കരിങ്കലാണെങ്കിലും വിറ്റ് പോകാൻ അതിനെപ്പറ്റി ഒരു കഥ ഉണ്ടാക്കും. എന്നിട്ട് അതിൽ നന്നായിട്ട് മസാലയും ചേർക്കും. ഇവന്മാരുടെ ഭക്ഷണത്തിന് ഉപ്പും മുളകും ഇല്ലാത്തേ ഉള്ളൂ. എന്നാ ഇനി ഞാൻ കഥയല്ലാത്തൊരു കാര്യം പറയട്ടെ. എൻ്റെ കഥ നിന്നോടല്ല,
ഈ കാണുന്നതിനോട്. ഈ വൈനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്, പറയാമേ? അതൊന്ന് പെട്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ കഴിച്ചു തുടങ്ങായിരുന്നു. സംഗതി സ്വീറ്റാ. ഈ ബോട്ടിൽ വൈൻ മമ്മ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചതാ. 1971 Alentejo. From your birth year. താരക്കറിയാമായിരുന്നു ഒരിക്കൽ ഞാൻ തിരിച്ചു വരുമെന്ന്. അല്ല, താരയ്ക്കറിയാമായിരുന്നു നിങ്ങൾ ഒരിക്കലും തിരിച്ചു വരില്ലെന്ന്. Sound. ഹീറോ സൈക്കിൾ. കൊച്ചു എളുപ്പം കാലത്ത് കൊച്ചു സൈക്കിളും ചവിട്ടി എങ്ങോട്ടാ? പാല് വാങ്ങിക്കാനാണോ? കൊച്ചു വെളുപ്പാങ്കാലൊക്കെ കഴിഞ്ഞിട്ട് മണിക്കൂർ 5 ദേ തനിക്കൊരു സൈക്കിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇരുട്ടുന്നതിന് മുമ്പ് കാട് കിടക്കണ്ടേ? ഹലോ. പാസ്പോർട്ട് ഈപ്പൻ സാറിൻ്റെ ആണെന്ന് മനസ്സിലായി. പക്ഷെ ഇന്നലെ രാത്രി കത്തിയ തീയിൽ വിറകൾക്കിടയിൽ ഇത് വന്ന് പെട്ടതിൻ്റെ രാജ്യം കടന്നു പോകുമ്പോൾ അത്രയും പെട്ടെന്ന് അയാളെ അന്വേഷിച്ച് വരാൻ പാടില്ലല്ലോ. അതുകൊണ്ട് വന്നേ. അല്ല മാഡം, ഇരുട്ടുന്നതിന് മുമ്പ് കാട് തുടങ്ങി, ഗാനമേളം തുടങ്ങി. ഇതുവരെ പരിപാടി എന്താന്ന് പറഞ്ഞില്ല. എന്റെ പള്ളി. ഞാൻ ഈ ക്യാബിൻ്റെ കീ അവിടെ ഒന്ന് ഏൽപ്പിച്ചിട്ട് വരാം. രാത്രി ഈ വഴി പോകുന്ന ട്രക്കുകൾ അവിടെ നിർത്താറുണ്ടെന്നാണ് പറഞ്ഞത്, പള്ളിക്കടുത്ത്. വർഗീസ് പുണ്യാളോട് പ്രാർത്ഥിക്കാം. യുവാൻ പറഞ്ഞു അതിലേതെങ്കിലും ഒന്ന് തരപ്പെടുമെന്ന്. താനേ ഒന്ന് ശ്രമിച്ചു നോക്ക്. ഒരു നടന് വേണ്ട ഏറ്റവും വലിയ ആയുധം എന്താന്നാ സിദ്ധുനോട് പറഞ്ഞു പഠിപ്പിച്ചേ? വാക്കും നോക്കുവല്ല പിന്നെ അവന്റെ കയ്യും മെയ്യും. കയ്യും മെയ്യും മറന്നൊന്ന് ശ്രമിച്ചു നോക്ക്, വല്ലതും തരപ്പെടുമെന്ന്. ഇത് ഞാൻ കലക്കും. താൻ അവിടെ എവിടേക്കാ പോകുന്നേ? ട്രക്ക് എവിടെയാ വരുന്നേ? ഒന്ന് മൂത്രമൊഴിക്കാനും സമ്മതിക്കൂലേ? Obrigada. Obrigada. Okay. വാ വാ, വണ്ടി ഇപ്പൊ പോവും. ചേട്ടാ വെയിറ്റ്, 1 മിനിറ്റ്. ഇതെവിടേക്കാ? അതൊക്കെ പറയാം, വാ കേറ്. ഇതെവിടേക്കാ? എങ്ങോട്ടുള്ള വണ്ടിയാണെന്നറിയില്ല, പക്ഷെ ഇത് ലാസ്റ്റ് വണ്ടിയാണ്. ചേട്ടാ ഗോ ഗോ ഗോ. ഹലോ. എന്താടോ അത്ര ചിരി? തന്നെ കണ്ടാ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ബേക്കറി പലഹാരം പൊളിച്ചു വെച്ച പോലുണ്ട്. അതേതായിട്ടും? ദിൽകുഷ്. തന്നെ കണ്ടാലും അതുപോലൊക്കെ തന്നെ ഉണ്ട്. കഴിഞ്ഞ ക്രിസ്മസിനുണ്ടാക്കിയതാണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. കുഴപ്പമാവോ? എനിക്കറിയില്ല, എനിക്ക് വിശക്കുന്നു.
സംവിധാനം ഉണ്ടാക്കാം. എങ്ങനെ? ആദ്യം കാണുന്ന വാതിലിൽ നമ്മൾ മുട്ടുന്നു, തള്ളി തുറക്കുന്നു. ഇങ്ങോട്ട് വാ. Quando fica, baby. Vai logo. Seriously? País, Portugal, Espanha. Portugal, Espanha. Que país? Portugal, Espanha. Portugal, Espanha. Espanha. Portugal. 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 Espanha. ചേട്ടാ, Именно вот так. അത് പോയി വാ കഴിഞ്ഞിട്ട് വാ. പോയി വാ കഴിഞ്ഞിട്ട് വരാൻ. എന്തിന്? അവളെ ആ ക്ലോസറ്റിൽ വാള് വെക്കുന്ന ഞാൻ കണ്ടു. Toma uma cerveja. Hey. നമ്മളെ പെറ്റ തള്ള പോലും തിരിച്ചറിയൂല. ഈ കളിയെങ്ങാനും സ്പെയിൻ ജയിച്ചാൽ അവര് പോലും തിരിച്ചറിയില്ല. അതെന്ത്? പോർച്ചുഗൽ പിള്ളേരെ നമ്മുടെ തല പന്തുരുട്ടി കളിക്കും. അപ്പൊ നമ്മൾ സ്പെയിൻകാരുടെ വണ്ടി കയറി സ്ഥലം വിടും. അവന്മാരെ ഇവിടെ വണ്ടിയും പിടിച്ച് സാധനം വെക്കാൻ വന്ന ടീം. അതെന്ത് സാധനം? പാരസെറ്റമോൾ. അയ്യോ, അത് അല്ല, അത് ഗുളിക തന്ന ചേട്ടാ, ഗുളിക തിന്നു. Chato. O que vai fazer? Vai embora. A gente quer ver. Oh, diabo.
സോറി. ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്? ഒരു മിനിറ്റ്, ഒരൊറ്റ മിനിറ്റ് ചേട്ടാ. ഒരു മിനിറ്റ്. ഇത് മതിയോ? ഓ, ഇത് കഴിഞ്ഞിട്ടാണ്. എനിക്കെല്ലാം കാണാം. ഇത് എവിടെ? ആ, കൊള്ളാം. ഒരു വശത്ത് ഏത് സമയവും കടന്നു വരാവുന്ന ഡേവിഡ് എന്ന വില്ലൻ, മറുവശത്ത് തല കണ്ടാൽ പന്ത് തട്ടി കളിക്കാൻ കുറെ പറങ്കി ചട്ടമ്പികൾ. പക്ഷെ ഇവരാരുമല്ല ഇപ്പൊ എന്റെ യഥാർത്ഥ ശത്രു. നീ ഇത് എന്ത് കണ്ടിട്ടാണ് താര ഇങ്ങനെ? നിന്നെ കണ്ടിട്ട് നീ നോക്കുന്നത്, നിന്റെ നോട്ടം അതെന്റെ ഉടുപ്പിനുള്ളിലേക്കല്ല. നീ നോക്കുമ്പോ എനിക്കെന്റെ ദേഹം അറക്കുന്നില്ല. നീ വെറുതെ ബോധമില്ലാതെ ഓരോ... ബോധമില്ലായിരുന്നു. 2 ദിവസം മുമ്പ് വരെ ബെൽറ്റും ചുരനും തൊലിപ്പുറത്ത് വന്ന് പുളയുമ്പോ ചിരിക്കാൻ പറയും. അപ്പൊ ചിരിക്കണം. എന്നിട്ട് കൊഞ്ചാൻ പറയും. അപ്പൊ കൊഞ്ചണം. അങ്ങനെയൊക്കെ പറഞ്ഞു പഠിച്ച കാലം മുതൽ പോയതാ ബോധം. പക്ഷേ നീ എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചില്ലേ? അപ്പൊ എനിക്ക് തോന്നി ഞാൻ ശരിക്കും എന്താണെന്നുള്ള ബോധം അന്നാ എനിക്ക് തിരിച്ചു വന്നു തുടങ്ങിയത്. അന്നാ നിമിഷം എനിക്ക് തോന്നി ഒരു
ജസ്റ്റ് ഒരു ചാൻസ് ജീവിക്കണമെന്ന് തോന്നി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനം കിട്ടുന്ന ദിവസം ലോകത്തിനോട് എന്തു പറയും? പറ പറ. അഭിനയം ഒരു മോഹവും സിനിമ ഒരു സ്വപ്നവുമായിരുന്ന സാധാരണ ചെറുപ്പക്കാരനായിരുന്നു ഞാൻ. അതിനു വേണ്ട പരിശ്രമത്തിൻ്റെ ഒരു ഘട്ടത്തിലും അതെനിക്ക് സാധ്യമാകും എന്നൊരുറപ്പുമില്ലായിരുന്നു. ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ നിന്നപ്പോൾ എൻ്റെ ഉള്ളിലെ എല്ലാ ഇരുട്ടും അകറ്റി എനിക്ക് മുന്നിൽ 2 കണ്ണുകൾ തുറന്നു. ആ കണ്ണുകളിലാണ് ഞാൻ എന്ന നടൻ ജനിച്ചത്. ആ കണ്ണുകളിലാണ് ഞാൻ എൻ്റെ ആദ്യ പ്രേക്ഷകനെ കണ്ടത്. ഞാൻ നീട്ടിയ കൈക്ക് നേരെ നീണ്ട ആ കൈയാണ് എനിക്ക് ലഭിച്ച ആദ്യത്തെ പുരസ്കാരം. ഇന്ന് എൻ്റെ കയ്യിലെ ഈ സമ്മാനം പോലെ ആ കണ്ണുകളും ആ കൈയും മരണം വരെ ഞാൻ ഓർക്കും. നന്ദി. താര, 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 ഞാൻ ഈ നിമിഷം ഇതെന്റെ അവകാശമാണ്. ഈ ഒരൊറ്റ നിമിഷം